ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ ഹായ് അനു, എന്തൊരു തിന്നുന്ന പിന്നെ എന്തോ ആണ് മിച്ചറും കേക്കും പക്കാവടയും കൂടെ ഒന്നിച്ച് മിക്സാക്കി പൊടിച്ചിട്ടാണ് തിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. രാവിലെ ക്ലീനിങ് പരിപാടിയിലായിരുന്നു കേട്ടോ. കുറേ തൂക്കാനും വരാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചുറ്റും കണ്ടോ റബ്ബറാണ്, മൊത്തത്തിൽ റബ്ബറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെരയിടത്തിൽ റബ്ബർ ഇല്ലെങ്കിലും 4 ചുറ്റും റബ്ബർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തൂക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തൂത്ത് വരുന്ന കണ്ടാൽ ഇക്ക എൻ്റെ അടുത്ത് ചോദിക്കും, ഇന്ന് ആരെങ്കിലും സ്പെഷ്യലായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. പഴയ വീടായിരുന്നപ്പോൾ എനിക്കൊന്ന് നടുവേദനയുടെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് റിസ്ക് എടുത്ത് തൂക്കാൻ വേണ്ടിയിട്ട് നിൽക്കത്തില്ലായിരുന്നു. ആഴ്ചയിൽ 2 തവണയൊക്കെ അത്രയൊക്കെ തന്നെ തൂക്കമുള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം എനിക്ക് തൂക്കാതിരുന്നാലൊരു ബുദ്ധിമുട്ടാണ്, ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യും. അതുകൊണ്ട് രാവിലെ അതായിരുന്നു പരിപാടി. ദേ അവിടെ എല്ലാം തൂത്തു, ഈ സൈഡ് ആ സൈഡും ഒക്കെ ആയിട്ട് തൂത്ത് കരിച്ചു. പിന്നെ ഇന്നൊരു കല്യാണമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് കല്യാണത്തിന് പോകലായിരിക്കും നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ അപ്പവും ഷൈബായും വരുന്നുണ്ട്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. ഒരു 11:30 ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പം മണി 11 എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അടുക്കിപ്പറക്കലും ഒതുക്കലും തൂക്കലും പാത്രം കഴുകലും ഒക്കെ ഞാൻ ഒതുക്കി വെച്ചു. ഇനി പോയിട്ട് മേക്കപ്പ് ഇടണം, പിന്നെ പോകണം. പിന്നെ ശിവഗിരി ഉത്സവവും കാര്യങ്ങളൊക്കെ ആയി, അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ റോഡിൽ കാണും. പിന്നെന്താണ്, പോകണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. എല്ലാ വർഷവും ഒരേപോലെ തന്നെയാണ്, ഒരു മാറ്റങ്ങളും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഒരേപോലെ തന്നെയാണ് സ്ഥലവും കച്ചവടവും കാര്യങ്ങളൊക്കെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇത്തവണ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാകുമെന്ന് അറിയാമല്ലോ. കഴിഞ്ഞതിന് ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ അടുത്ത പ്രാവശ്യം പോവില്ല എന്ന്. എല്ലാ പ്രാവശ്യവും പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ സമയമാകുമ്പോൾ ഇങ്ങനെ ഒരു ഓക്കെ പോകണം എന്നൊരു തോന്നൽ വരും. 31 എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ 31 അങ്ങനെ പോകലാണ് കേട്ടോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്തവണയും നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി പോയി മേക്കപ്പൊക്കെ ഇടാം, റെഡിയാവാം. ഇപ്പോഴേ റെഡിയായി തുടങ്ങിയാലേ 11:30. എനിക്കല്ല കേട്ടോ, എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം എടുക്കുന്നത് അന്നമ്മേനെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അവൾക്ക് ഡ്രസ്സും റൈഹുവിന് കുഴപ്പമില്ല, സ്വന്തമായിട്ട് ഒരുങ്ങിക്കോളുമല്ലോ. പെൺകുട്ടികളെ ഒരുക്കാനാണല്ലോ ഇച്ചിരി പാട്, പിന്നെ എനിക്കൊരുങ്ങാനും. അപ്പോൾ വാപ്പാക്ക് കുറച്ച് കറിയും കാര്യങ്ങളും ഞാൻ അമ്മച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ചില ദിവസങ്ങൾ മടി പിടിച്ച് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല മടി വരും കേട്ടോ. അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്യുന്നത്. ചോറൊക്കെ വെച്ചു, ഇവിടെ വർക്ക് ഏരിയ ഇല്ല അടുക്കളയിൽ. അപ്പോൾ മറ്റേ ഗ്യാസിൽ അല്ലെങ്കിൽ നമ്മുടെ റൈസ് കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. വെച്ചിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കാമെന്ന് പറയുന്നൊരു സംഭവം അവിടെ ഇല്ല. അതായത് ഇങ്ങനെ ഹൈറ്റ് നമുക്കിങ്ങനെ ചരിച്ചിടാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പില്ല. അപ്പോൾ ഞാൻ ഊറ്റ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചോറിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ അതത്ര പെർഫെക്ഷൻ വരുന്നില്ല. രാത്രി വരെയൊന്നും ആ ചോറ് ഇരിക്കത്തില്ല. അതായത് ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം വരുന്നു. എത്രയൊക്കെ നമ്മൾ പൊരിച്ചെടുത്താലും ആ വെള്ളത്തിൻ്റെ ഒരു അംശം വരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഇക്കടെ അനിയത്തെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് ഈ ഒരു സംഭവം അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഊറ്റിയെടുത്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാനൊരു ചെറിയ സെറ്റപ്പ്, വെളിയിലൊരു ബെഞ്ച് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ? അവിടെ ഒരു ഡെസ്ക് പെയിൻ്റ് അടിക്കാൻ എങ്ങാണ്ട് എടുത്തുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു 3-4 ചുടുകെട്ട ഇങ്ങനെ ഹൈറ്റിന് വെച്ചിട്ട് അവിടെ നിന്ന് വാർത്ത് ഇട്ടു കേട്ടോ ഇന്നലെ. അപ്പോൾ സംഭവം സെറ്റായിട്ട് കിട്ടി. ഇന്നും അതേ ടെക്നിക്ക് പ്രയോഗിക്കാമെന്ന് വിചാരിച്ചു. വാപ്പ ഉണ്ടല്ലോ, അപ്പോൾ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഫുഡ് വെച്ചിട്ടേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. കറി എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ഇക്കടുത്ത് തൈര് കഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പിന്നെ എനിക്കങ്ങ് മടിയായി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഒതുക്കാനും പറക്കാനും ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകെ പോയപ്പോൾ അങ്ങ് മടിച്ചു. അപ്പോൾ എന്തായാലും അപ്പവും ഷൈബായും ഇങ്ങോട്ട് വരുന്നുണ്ട്, ഉമ്മച്ചി കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. ഭയങ്കര വെയിലാട്ടോ. അപ്പോൾ പോയിട്ട് റെഡിയായിട്ട് ഈ കോലത്തിൽ നിന്ന് മാറി വേറൊരു കോലത്തിൽ വരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ പോയിട്ട് ഒരുങ്ങിയിട്ട് വരട്ടെ. അപ്പോൾ റെഡിയായി സെറ്റായി. എങ്ങനെയുണ്ട്? പോയിട്ട് വരട്ടെ. സമയം നല്ല താമസിച്ചു കേട്ടോ. അപ്പമൊക്കെ വന്നിട്ടുണ്ട്, ഷൈബ ഇല്ല കേട്ടോ, അപ്പോൾ മാത്രമേ ഉള്ളൂ. അതിൽ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചെന്നില്ലെങ്കിൽ വഴക്ക് കേൾക്കും. അവിടെ വണ്ടി എടുത്തു, ഓടിപ്പോട്ടെ. ഗ്യാസിൽ ചെറുതായിട്ടൊന്ന് ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ഓഫ് ചെയ്തിട്ട് വരട്ടെ.
അപ്പോൾ അടുപ്പൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു കേട്ടോ. വണ്ടി ഇങ്ങനെ പഴുത്ത് കിടക്കാമെന്ന് പറയില്ലേ, അങ്ങനെ വെയിലുണ്ടായിരുന്നേ. അപ്പോൾ അന്നമ്മയും റൈഹുവും അവിടെ സൈഡിൽ അവർ കാറ് കയറിയാൽ ഛർദ്ദിക്കുമെന്നുള്ള പേടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ റോഡ് അത്യാവശ്യം നല്ല റോഡാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുലുങ്ങിയേ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ എത്താറായിട്ടുണ്ട്. അടുത്ത് തന്നെയാണ് കേട്ടോ. പൊന്നൂൻ്റെ റെസ്റ്റോറൻറ്റ് ഇല്ലേ, നമ്മുടെ ഫിൽഫിൽ കഫേ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. തോപ്പിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ ചെറുക്കനും പെണ്ണും നമ്മുടെ ബന്ധുക്കളാണ് കേട്ടോ. പെണ്ണ് എൻ്റെ റിലേറ്റീവായിട്ടും ചെറുക്കൻ ഇക്കാടെ റിലേറ്റീവായിട്ടും വരും കേട്ടോ. അപ്പോൾ പിന്നെ അപ്പൂൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് നല്ലോണം അറിയാവുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ കണ്ടോ, എൻട്രൻസ് തന്നെ നമ്മളിങ്ങനെ കയറുന്നത് ശിവഗിരിയുടെ ആ ഒരു മയമായിട്ടാണ് കേട്ടോ. അവിടെ ഇതേപോലെ ഫ്ലെക്സും പിന്നെന്താണ് ആർച്ചും, പിന്നെ മൊത്തത്തിലൊരു മഞ്ഞ മയമായിരിക്കും കേട്ടോ. നമ്മുടെ ശിവഗിരി ഉത്സവമായാൽ നല്ല രസമാണ്. പിന്നെ ബസ്സിലും കാറിലും വണ്ടികളിലും ഒക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ പോകുന്ന കാണാം. അപ്പോൾ മിക്ക ആൾക്കാരും ഇടയും ഡ്രസ്സും ഒരു മഞ്ഞ കളർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അപ്പൂന് അവിടെ നിന്ന് ആരെയോ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അവനെങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് പോകുന്നുണ്ട്. ഞാൻ റൈഹാൻ്റെ അടുത്ത് ഞാൻ നടന്നു വരുന്ന വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്താണ് കേട്ടോ. അവൻ എൻ്റെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ആൾക്കാരെയും വീഡിയോ എടുത്തു. അതിൽ നിന്ന് ഞാൻ കുറച്ചൊരു ഭാഗം കട്ട് ചെയ്തെടുത്താണ്. നമ്മൾ ചെന്ന സമയത്ത് 5 മിനിറ്റ് നിന്നപ്പോൾ ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ, സംസാരിച്ചും പറഞ്ഞും കുറേ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഫങ്ഷൻസിനാണല്ലോ നമ്മൾ ബന്ധുക്കളെയൊക്കെ വല്ലപ്പോഴും കൂടി കാണുന്നത്. അപ്പോൾ കുറേ പേരെയൊക്കെ കണ്ട് സംസാരിച്ച് പിന്നെ വീഡിയോ എടുക്കലൊന്നും നടന്നില്ല കേട്ടോ. അവിടെ എല്ലാം ഓടി നടന്ന സംസാരവും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ നമ്മുടെ പ്രധാന ഉദ്ദേശമാണല്ലോ ബിരിയാണി. അപ്പോൾ അതേ നല്ല ചൂട് ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയിരുന്നേ. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട്. പിന്നെ എൻ്റെ ക്യാമറയുടെ ഗുണം കൊണ്ട് കണ്ടില്ലേ പുകഞ്ഞ് മറഞ്ഞൊക്കെ ഇരിക്കുന്നത്. അത് നിങ്ങൾ സദയം ക്ഷമിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇട്ടതാണ്. അപ്പോൾ നല്ല ബിരിയാണിയായിരുന്നു, മാഷാല്ലാ, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നേ. അന്നമ്മേൻ്റെ കൂടെ പോയാലും ഞാൻ കുറച്ച് ചോറ് മാത്രമാണ് കേട്ടോ എനിക്ക് വാങ്ങിക്കുന്നത്. കാരണം അവൾ മുഴുവൻ കഴിക്കത്തില്ല. എനിക്ക് ഫുഡ് വേസ്റ്റ് ആക്കുന്നതിനോട് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് കല്യാണങ്ങൾക്കൊക്കെ കുറേ ചോറ് ഇങ്ങനെ ബാക്കി കൊണ്ട് കളയുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നാറുണ്ട്. പിന്നെ ദേ ഇവിടെ ഭയങ്കര തള്ളുള്ളൊരു സ്ഥലമാണ് ഈ ഐസ്ക്രീം കൊടുക്കുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് ഐസ്ക്രീം തരുമായിരുന്നല്ലോ. പക്ഷേ ഇപ്പോഴത്തെ കാറ്ററിംഗ് സർവീസ് എല്ലാം അത് മാറ്റിയിട്ട് നമുക്ക് പോയി എടുത്ത് കഴിക്കാമെന്നുള്ളൊരു സിസ്റ്റത്തിലോട്ട് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. റൈഹു ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എനിക്ക് ഈസി ആയിട്ട് ഐസ്ക്രീം എടുക്കാൻ പറ്റുക. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയായിരുന്നു അമ്മച്ചിക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി എടുത്തിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ, ഒരു ഐസ്ക്രീമും കൂടി എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഐസ്ക്രീം കുടിച്ചപ്പോൾ ഒരാശ്വാസം. അപ്പോൾ ഒന്നും കൂടി അവനെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വെച്ചിട്ട് അവനെ പറഞ്ഞു വിട്ടതാണ്. കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മാഷാല്ലാ. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വാനില തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമായിരുന്നു. ഈ ഇടയായിട്ട് എനിക്കെന്തോ ഐസ്ക്രീം അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ തിരിച്ചു പോകാമെന്നൊക്കെ ഓർത്ത് നമ്മൾ ഒത്തിരി ലേറ്റായി കേട്ടോ. ഇക്കാടെ കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചും പറഞ്ഞും ഒക്കെ നിന്ന് അത്യാവശ്യം സാധാരണ കല്യാണങ്ങൾക്ക് പോയിട്ട് ഇറങ്ങുന്നതിനെക്കാട്ടി ഇത്തിരി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അപ്പവും റൈഹാനും കൂടി വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയി. ഇക്ക വണ്ടി എടുക്കാൻ പോയി. ഇപ്പോൾ ഞാനും അന്നമ്മയും കൂടി ഇതേ ഇവിടെ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് നിന്നിട്ടുണ്ടായിരുന്നേ. അന്നുത ഇവിടെ ചിന്താവിഷ്ടയായ കോമളയെ പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ വന്നു, വണ്ടിയിൽ കയറി. ഇനി നമ്മൾ നേരെ പോകുന്നത് പൊന്നൂൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെയാണ് പൊന്നൂൻ്റെ കട. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവളെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കല്യാണത്തിന് പോയപ്പോൾ അവളെ വിളിച്ചതാണ് കേട്ടോ. പിന്നെ നേരെ വീട്ടിലെത്തി. എല്ലാവരും ഉണ്ടായിരുന്നു. ഇക്കാടെ ഇത്തായും മോളും കുഞ്ഞുമ്മായും മോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാവർക്കും നാരങ്ങ വെള്ളം കൊടുത്തു. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈ ഒരു നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി കേട്ടോ. അല്ലെങ്കിലും ബിരിയാണി തിന്നാൽ നമുക്കിങ്ങനെ ദാഹം വന്നുകൊണ്ടിരിക്കുമല്ലോ. ഞാൻ ഈ വീഡിയോയിൽ കുറേ തവണ നല്ല ചൂടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും നല്ല ചൂടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അന്തരീക്ഷത്തിൽ ഭയങ്കര ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുടിച്ചപ്പോൾ കൂളായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.